കൊനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഞാൻ ജോഗിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, നടക്കാൻ പോയി. അങ്ങനെ വന്നു, കുളിച്ച് ഫ്രഷായി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇന്നിരിക്കണം. അപ്പോൾ ചുമ്മാ അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് അവിടെ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സമയം കളയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ പോകാൻ തുടങ്ങുവാണ്. അതുപോലെ ഇന്ന് ബാങ്കിലൊന്ന് പോകാനുണ്ട് കേട്ടോ, കുറച്ച് പൈസ ഇടാൻ വേണ്ടിയിട്ട്. ബാങ്കിൽ പോകണം, റോബിൻ ചേട്ടൻ്റെ പൈസ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ പോകണം, കടയിൽ പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ മുടി വെട്ടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ സമയം നോക്കിയിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ പോകാമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങുവാണ്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല സൺസ്ക്രീനൊക്കെ പൊത്തി വെച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ എന്നാലും നല്ല കാഠിന്യമുള്ള ചൂടായിരുന്നു. അപ്പോൾ ഇത് നടന്നപ്പോഴേക്കും വേർത്തൊലിച്ച് അങ്ങ് പോകുമെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ഉഷാറാവണം, അതാണ് മെയിൻ ഉദ്ദേശം. ഇന്നെങ്കിലും വെട്ടി 2-3 ദിവസമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളീ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ കണ്ടോ, ഈ ഇലകളൊക്കെ വീഴുന്നില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന്, അതൊക്കെ റോട്ടിൽ വീഴുന്ന എല്ലാം ഇങ്ങനെ ഒരു പ്ലക്കർ പോലത്തെ ഒരു സാധനം കൊണ്ട് അതിങ്ങനെ എടുത്ത് കൂട്ടിലേക്ക് ഒരാൾ ശേഖരിക്കുവാണ്. ജപ്പാൻകാരുടെ ഓരോരോ കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ എടുത്താലും ഓരോരോ പ്രത്യേകതകൾ കാണും കേട്ടോ. അപ്പോൾ അവരുടെ ഒരു എന്ത് ക്ലീനാന്ന് നോക്കി, അപ്പോൾ അവർ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ എല്ലാം കണ്ട് നമ്മൾ നേരെ തന്നെ പോവുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഇവിടെ വന്നപ്പോഴേക്കും ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നില്ല, അല്ലെ ആ വെയിലും കൂടി നിന്ന് കൊള്ളേണ്ട വന്നതിന്. അങ്ങനെ പെട്ടെന്ന് സ്പീഡിലങ്ങ് പോവാണ്. ബാങ്കിൽ പോയിട്ട് ആദ്യമേ കുറച്ച് പൈസ ഇട്ടിട്ട് വേണം നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ ബാങ്ക് കണ്ടുപിടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാങ്ക് കണ്ടുപിടിച്ചു. എ ടി എമ്മിലാട്ടോ പൈസ ഇട്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതിന് നേരെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ അകത്തോട് കൂടി പാസ് ചെയ്ത് നമ്മൾ റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് പോവാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ വഴി കാണിച്ചിട്ടുണ്ട്. എല്ലാ വ്ളോഗിലും ഇപ്പോൾ സ്ഥിരം വഴികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. വിശേഷങ്ങൾ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ. ഒരു ദിവസം ചിലപ്പോൾ ചൂട് കൂടുതലാണോ ചൂട് കുറവുണ്ടോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഈ നമ്മുടെ കനാൽ പോലത്തെ അതൊക്കെ കഴിഞ്ഞ് റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് നേരെ എത്താണ്. ഇതാണല്ലോ മെയിൻ അടയാളം. അപ്പോൾ നല്ല സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും ആസ്വദിച്ച് നിൽക്കാനുള്ളൊരു ശേഷിയില്ലായിരുന്നു കേട്ടോ. നല്ല വെയിലല്ലായിരുന്നു. അതുകൊണ്ട് നേരെ കടയിലേക്ക് പോവാണ്. കടയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. എന്നിട്ട് കടയിൽ തന്നെ കുറച്ച് നേരം ഇന്ന് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആദ്യമേ ചെന്നു കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടത്തെല്ലാം നടന്നു വന്നു. അപ്പോൾ കുറച്ച് തണുത്ത ഐസ് ക്യൂബൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്നും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതായത് റോബിൻ ചേട്ടൻ്റെ കൂടെയാണ് സ്റ്റേ. അതുപോലെ ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഒന്നും ഉച്ചയ്ക്കൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്സിൽ പറഞ്ഞായിരുന്നു വൈകിട്ടാണ് രണ്ടും കൂടി കൂട്ടി അങ്ങ് കഴിച്ചതെന്ന്. അപ്പോൾ രാവിലെ ഇവിടെ ഒന്ന് ഇതുപോലെ ഫുഡ് കഴിക്കും. രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചയാവും, ഏകദേശം ഒരു 10-12 മണിയാവും ഇവിടെ വരുമ്പം. അങ്ങനെ കഴിക്കും, പിന്നെ വൈകിട്ട് വന്ന് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റാഫുണ്ട്. അവരിലൊരാൾ കാപ്പി കുടിച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും എനിക്കുള്ള ഫുഡ് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദാൽ കറിയൊക്കെ എടുത്തു, അതും കുട്ടിയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കറി കണ്ടിട്ട് ആരും പേടിക്കണ്ട. എനിക്ക് ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ കൂടുതൽ എടുത്ത് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചപ്പാത്തി ഇതൊക്കെയാണെങ്കിൽ അത് മുങ്ങി നിൽക്കണം. ദോശയാണെങ്കിൽ ചമ്മന്തി വാരി കോരി ഒഴിക്കണം, അങ്ങനെ ഒരു മൈൻഡുണ്ട് എനിക്ക്. പുട്ടാണെങ്കിലും കടലയൊക്കെ അങ്ങനെ ഒത്തിരി കഴിക്കണം. ഇപ്പം കറി ഒരുപാട് എടുക്കും കേട്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവരോട് ഇടയ്ക്ക് വർത്താനമൊക്കെ പറയുന്നുണ്ട്, ഓരോ തമാശയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ആരും വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് ചെറുതായിട്ട് എൻ്റെ ചില കലാപരിപാടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ തമാശകളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത്, യൂട്യൂബിനെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയണത്. ആൾ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ. അപ്പോൾ അങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെള്ളം കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുന്നതും ടിഷ്യൂ ഒക്കെ കൊടുക്കുന്നത് ഞാനായിരുന്നു. അങ്ങനെ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ഒരു രീതിയാണല്ലോ അവർക്ക്. അവർ വരുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം പറയണം. ഓരോന്ന് കൊടുക്കുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ബലൂണൊക്കെ വെച്ചിട്ട് ഒരു കുറിപ്പൊക്കെ വെച്ചിട്ട് എന്തൊരു കടയുടെ എന്തിൻ്റെയൊക്കെ ഒരു പ്രൊമോഷനാണ്. അങ്ങനെ ഒരു സാധനം അവിടെ ഈ സ്റ്റാഫിൻ്റെ സൈക്കിൾ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്ന് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട്. ബലൂൺ 2 ലവ് ചിഹ്നം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ തോന്നി. അങ്ങനെ ഒരു അടിയിലൊരു കുറിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കടയുടെ എന്തിൻ്റെ പേരാണ് ആ കൊടുത്തേക്കണേ. അപ്പം അവരെല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ കസ്റ്റമേഴ്സൊക്കെ ഇടയ്ക്ക് 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചടഞ്ഞു കുത്തി അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ ഇരിക്കുന്നേക്കാളും ഒരു ടൈം പാസ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ സ്ക്രീൻ ടൈമും കുറച്ച് എനിക്ക് കുറയ്ക്കണമായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ അങ്ങ് ഏർപ്പെട്ടു. നല്ല രസമായിരുന്നു. പണ്ട് കാറ്ററിങ്ങിന് പോയപ്പോൾ ചെയ്ത കാര്യങ്ങളും അതും ഇതൊക്കെ ഞാൻ ഓർത്തുപോയി. ഇവിടെ പിന്നെ കുറച്ച് കെയർഫുൾ ആവണം. മെനു ഒന്നും തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അവർ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടിയില്ലെങ്കിൽ, ലാംഗ്വേജിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം മാറിപ്പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരുപാട് മെനുവും കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാഫുകളിലും 2 പേരും അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാവയ്ക്കയും പരിപ്പും ഒക്കെ ഇട്ട് വെച്ച കറിയായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു. എല്ലാം കൂട്ടി ഇങ്ങനെ കഴിക്കണം. പിന്നെ വെജിറ്റബിൾ ചെറിയ കുഞ്ഞു കുഞ്ഞു തക്കാളികളില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. തക്കാളി എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്കത് ഓക്കാനം പോലെ വരും ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടണമായിരുന്നു. അപ്പോൾ മുടി വെട്ടാൻ വേണ്ടി അപ്പുറത്തൊരു പ്രായമായിട്ടുള്ളൊരു പുള്ളിയുടെ കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് വൈകിട്ടായപ്പോഴത്തേക്ക് അടച്ചു പോയായിരുന്നു കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് പിന്നെ പോകാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും മുടിവെട്ട് കട തപ്പാമെന്ന് വിചാരിച്ചു. അങ്ങനെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. 2 പേര് അവിടെ മുടി വെട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വെട്ടാമെന്ന് വിചാരിച്ചു. 1300 ജാപ്പനീസ് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ മുടി വെട്ടാനായിട്ട്. അപ്പോൾ കട്ട് ഫാക്ടറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ കയറി വെട്ടാം. എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വെട്ടിയില്ലെങ്കിൽ കുളമാവില്ല, വീഡിയോസിലൊക്കെ വരാനുള്ളതല്ലേ. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. നല്ല സ്ഥലത്തുനിന്ന് വെട്ടാം, എവിടെയെന്ന് ചോദിച്ച് 2 ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് വെച്ചിട്ടാണ് അവിടെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ പോകാനും പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് പൈസ പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടിയൊക്കെ വെട്ടുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെയുള്ള, അല്ലാതെ മുടി വെട്ടി കഴിഞ്ഞിട്ടല്ല പേ ചെയ്യുന്നത്. അങ്ങനെ മുടി വെട്ടി അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ 7-ലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എനിക്കൊന്ന് കണ്ണാടി ശരിക്കും നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ബാർബർ ഷോപ്പിൽ വെച്ച് ശരിക്കും നോക്കാൻ പറ്റിയില്ല. മുടിയൊക്കെ ശരിയായോ എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുടി വെട്ടുന്നതിൽ എനിക്ക് എപ്പോഴും ടെൻഷനാണ് കേട്ടോ. നന്നായിട്ട് വെട്ടി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ്. അടുത്ത തവണ വെട്ടുന്നവരെ അതുണ്ടാവും. അപ്പോൾ 7-ലേക്ക് കയറി അവിടുത്തെ കണ്ണാടിയിൽ ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഓരോരോ തോന്നലുകളേ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കാണല്ലോ. അങ്ങനെ നേരെ ടോയ്ലറ്റ് എവിടെയാണെന്ന് തപ്പി പോവാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ടോയ്ലറ്റിലൊന്നും കയറിയിട്ടൊന്നുമില്ല. നമ്മുടെ സ്റ്റേഷൻ അടുത്തുണ്ട്, അതുപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വീടൊക്കെ ഉള്ളതുകൊണ്ട് കയറേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കയറിയപ്പോഴാണ് 2 സൈഡും 2 രീതിയിലാണ് ഇരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് അവർ തിരിച്ചു പോയി ചെന്ന് അവരെ കൊണ്ട് ഒന്നോടെ വെട്ടിച്ചു കേട്ടോ. അവർ അപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ വെട്ടി മാറ്റി തന്നു, ആക്കി തന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കുളിച്ച് റെഡിയായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ പോയി. ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്, പക്ഷേ എന്തോ ഒരു പുതുമ, എനിക്കെപ്പോഴും അത് വിട്ട് കളയാൻ തോന്നുന്നില്ല കേട്ടോ. ഞാൻ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുവാണ്. അപ്പോഴേക്കും കുറച്ച് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉദയസൂര്യൻ്റെ നാട് പോലെ തന്നെ ഇരുട്ടും ഇച്ചിരി മുന്നേ വരും. അപ്പോൾ അങ്ങനെ സമ്മർ ടൈമിൽ അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ ഓരോരോ ഏരിയയിലും ഇരുളുന്നതിൻ്റെയൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും വെളിച്ചക്കുറവ് വീഡിയോയിലുണ്ടെങ്കിൽ അത്രയൊന്നുമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് കാണാനൊക്കെ പറ്റും. ആ ഒരു രീതിയിലാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാണ്. റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള യാത്രയാണല്ലോ എപ്പോഴും. റെയിൽവേ സ്റ്റേഷൻ കടന്നാലാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങോട്ടേലും പോകണമെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ മുടി വെട്ടിയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കോൺഫിഡൻസ് ഉണ്ട്, നല്ലതായെന്ന് തോന്നി. പിന്നെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല, ജാടയൊക്കെ ഇട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇത്തവണ ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. കുറേ നാൾ മുന്നേ റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ വലയൊക്കെ ഇട്ടിങ്ങനെ വെച്ചേക്കും. ഞാൻ കുറച്ച് നാളായത് ശ്രദ്ധിക്കണു. അവിടെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതിന് സൈഡിൽ കാട് പോലെയാണ്, അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. ഇനി വല്ല പൂമ്പാറ്റയോ അല്ലെ കിളികളോ വല്ല കൂട് വെച്ചിട്ടോ അല്ല അതിൻ്റെ കുഞ്ഞുങ്ങളോ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അങ്ങോട്ട് കയറാണ്ടാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ വല ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇതൊന്നും അറിയണമല്ലോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു കേട്ടോ. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ആദ്യമേ ഇങ്ങനെ പറഞ്ഞു, അത് അകത്തേക്ക് കയറാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റീസൺ ചോദിച്ചു, എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങോട്ട് അപകടമാണ്, നടന്നാൽ വീഴും, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ കാടും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ജീവികളോ വല്ലതും ഒക്കെ അതിൻ്റെ അകത്ത് കാണും, അപ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, കിളിക്കൂടൊക്കെ ഉള്ള സ്ഥലത്തെ അവർ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നേരെ ഈ വഴി കൂടെ പോകാട്ടോ. നമുക്ക് 3 വഴി കൂടെ പോകാം റോബിൻചേട്ടൻ്റെ കടയിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഇനി ഡിന്നർ കഴിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഡിന്നർ കഴിക്കാൻ അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. ഒരു 10 മണിയാകുമ്പോഴാണ് കട അടയ്ക്കുന്നത്. അപ്പം ഡിന്നർ കഴിക്കണം, കുറച്ച് നേരം അവിടെ ഇരിക്കുക, സ്പെൻഡ് ചെയ്യുക, തിരിച്ച് പോരുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ടേബിളിൽ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന, ടിഷ്യൂ കൊടുക്കുന്ന അല്ലെ അങ്ങനെ തുടയ്ക്കുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ആൾ കുറവുള്ളപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ആൾ കുറഞ്ഞപ്പോഴേക്കും ഞങ്ങളിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഫുഡുകൾ ഓരോന്നായിട്ട് വെക്കുന്നു. നല്ല സമീകൃത ആഹാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ചോറിൻ്റെ എല്ലാ ടൈം പറഞ്ഞേ, വെജിറ്റബിൾസ് ഇവിടുന്ന് ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ദാൽക്കറി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബൗൾ നിറയുണ്ട്. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നടക്കാൻ പോകാൻ കാരണം ഇവിടുന്ന് ഫുഡ് കഴിച്ച് വണ്ണം വെക്കുമെന്ന് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് വണ്ണം വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടുന്ന് 3 നേരം ഫുഡ് അടിയല്ലേ, ഭയങ്കര ശരീര അധ്വാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. ഇനി ചോറ് കഴിക്കൽ നിർത്തണം എന്തായാലും. അപ്പം ചോറുണ്ടായിരുന്നു, ചോറും കൂട്ടി നല്ലോണം കഴിച്ചു.
നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുടച്ചെല്ലാം വൃത്തിയാക്കുവാണ്. നമ്മളിരുന്ന സ്ഥലം നമ്മൾ തന്നെ തുടയ്ക്കുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ പരിപാടിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു ടൈം പാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് നൈറ്റ് ആയപ്പോഴത്തേക്കും ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ 10 മണിയാവുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നടന്നാണ് പോകുന്നത്. അവിടെയുള്ള 2 സ്റ്റാഫ് സൈക്കിളിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമേ തന്നെ ഇറങ്ങി. അവർ പിന്നെ വന്നോളൂല്ലോ അപ്പോൾ തന്നെ. അങ്ങനെ ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ചാർജ് കുറവുള്ളതുകൊണ്ട് ഫോണിൽ പണിയൊക്കെ നിർത്തി ഞാൻ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയുള്ളൊരു യാത്രയിലാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.